ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ഗെത്സമനിയെ ഒന്നുകൂടെ ഓർക്കാം. സുവിശേഷ ഗ്രന്ഥങ്ങളിലെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 36 മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു അവരുമായി ഗത്ശമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. എത്രയോ പ്രാവശ്യം ഞാൻ ഈ വേദഭാഗത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെയും എത്രയോ പ്രാവശ്യം ഈ വചനം കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ ആഴ്ചയിലെ കഷ്ടാനുഭവ ധ്യാനത്തിനിടയിൽ ഗത്സമനയിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാം എന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത് എനിക്ക് ഓർക്കാൻ കഴിഞ്ഞ ചിന്ത, വളരെ ഭാരമേറിയ വിഷയം വരുമ്പോൾ ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും ഒരു സമയവും ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം പ്രാർത്ഥനയാണ്, ഏക ആയുധം പ്രാർത്ഥനയാണ്. അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ, കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം പ്രാർത്ഥനയാണ്. ഡ്രൈവ് ചെയ്യാൻ ചെയ്യും, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല. അത്യാവശ്യം വേണ്ടി വന്നാൽ ഓടിക്കും. എഴുതും, പക്ഷെ എഴുത്തിൽ ഞാൻ അത്ര വലിയ വിദഗ്ധനൊന്നുമല്ല. പാടും, അത് വളരെ ബുദ്ധിമുട്ട്. പാടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പാടുന്നേ ഉള്ളൂ. പ്രസംഗിക്കും ഒരുവിധം, പക്ഷേ എനിക്ക് ഉറപ്പുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ പലരുടെയും ചിന്ത ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ എന്നെ ദൈവം നടത്തിയതും ബോധ്യപ്പെടുത്തിയതുമായ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്ക് താങ്ങാനാവാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കായി സമയമെടുക്കുക, പ്രാർത്ഥനയ്ക്കൊരു സ്ഥലവും കണ്ടെത്തുക. ഓക്കെ. രണ്ടാമത് ഗെത്സമനയിൽ നിന്നുള്ള ചിന്ത നിങ്ങളോട് പറയട്ടെ. അധികം ആളെ കൂട്ടുന്ന പ്രാർത്ഥന അത്രത്തോളം ഫലപ്രദമാകുകയില്ല. തെറ്റിദ്ധരിക്കരുത്. 1000 പേരെ കൂട്ടി പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളും ഉണ്ട്. 10,000 പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളും നടക്കട്ടെ. പക്ഷെ എന്നെ ഒന്ന് ചെവി തുറന്ന് കേട്ടേ. 5 അപ്പം 25,000 പേർക്ക് കൊടുത്ത യേശു കർത്താവിന് ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്ക് ആളെ കൂട്ടാൻ പറ്റില്ലാഞ്ഞിട്ടാണോ? 3 പേരെ കൂടെ കൂട്ടി. കർത്താവ് ഉൾപ്പെടെ 4 പേര്. അപ്പോൾ സീരിയസ് പ്രയർ, ഇമ്മീഡിയറ്റ് പ്രയർ, ഇമ്പോർട്ടൻ്റ് പ്രയർ, അതിന് അത്രത്തോളം ഹൃദയം പകരാവുന്ന ആളുകൾ
മാത്രമുള്ളതാണ് നല്ലത്. 2, 3, 5, 8, 10 ഒക്കെ ആകാം. പക്ഷെ ആള് കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് ഗുണം കൂട്ടുകയില്ല. ആള് കുറയുന്നത് പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കുകയുമില്ല. കാരണം പ്രാർത്ഥനയെ പവർഫുൾ ആക്കുന്നത് അതിൻ്റെ മറുപടിയല്ലേ. കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരിലല്ല, പ്രാർത്ഥന കേൾക്കുന്നവനിലാണ്. അപ്പോൾ പ്രിയപുത്രനായ യേശു ക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്ന ആ ഗത്സമന പ്രയറിൽ 3 പേരെ കൊണ്ടുപോയുള്ളൂ: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവർ 3 കർത്താവിനോട് അത്ര ഇൻറ്റിമസി സൂക്ഷിച്ചവരാണ്. നിങ്ങളും അങ്ങനെ ആകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവുമായിട്ട് ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽപ്പിക്കും, പ്രാർത്ഥനയ്ക്കായി വിളിക്കും, പ്രാർത്ഥനയ്ക്കായി ഉണർത്തും, പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ അവൻ കൊണ്ടുപോകും. സ്തോത്രം. 3-ാമത്തെ ചിന്ത, ഈ പ്രാർത്ഥനയിൽ ഈ 3 പേരും ഉറങ്ങിപ്പോയി. ഇത്ര പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഉറങ്ങിയത് എന്താ? യേശു കർത്താവിൻ്റെ മനസ്സിലുള്ള അത്രയും പെയിൻ, സീരിയസ്നെസ് അവർക്ക് കിട്ടിയില്ല. വായിക്കാം: ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാൻ കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവ് ശരിക്കും വേദനിച്ച സമയമായിരുന്നു. അവൻ മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യനാണ്. ദൈവത്വത്താൽ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, പാപത്തിന് മോചനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ അവൻ വേദനപ്പെടുകയാണ്. ആ സമയത്ത് കർത്താവ് തൻ്റെ ഏറ്റവും അടുപ്പക്കാരെ ചേർത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കൂടുതൽ കർത്താവിനോട് അടുത്ത് നിന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രാർത്ഥനകളിലേക്ക് അവൻ നിങ്ങളെയും ഉൾപ്പെടുത്തും. ഗതസമന പ്രാർത്ഥനയുടെ പുതിയ വെളിച്ചം നിങ്ങൾക്ക് തരട്ടെ. ഗോഡ് ബ്ലെസ് യു.